എന്നാ അബദ്ധമായി കാണിച്ചത്? 2-3 ലക്ഷം വാങ്ങിയിട്ടാ പലയിടത്തും അധ്യാപകരെ നിയമിക്കുന്നത്. 10 നയാ പൈസ മുടക്കില്ലാതെ നല്ലൊരു ജോലി കിട്ടിയിട്ട് രാജിക്കത്ത് കൊടുത്തേച്ച് വന്നിരിക്കുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്താ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്നാ തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ പോവാന്നു? അവരെ പിണക്കിയിട്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഭർത്താവേ, എന്നാത്തിനുള്ള പുറപ്പാടാന്നോ ആവോ? ഒരാളെ വിട്ട് അറിയിച്ചിരുന്നേലും ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കയറി ഇരുന്നാട്ടെ. വേണ്ട, സ്കൂളിലെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വന്നതാ. ക്ഷമിക്കണം, അങ്ങനെ ഒരു സാഹചര്യത്തില് അറിയാതെ ഒരു ബുദ്ധിമോശം. തെമ്മാടിത്തരം കാണിച്ച അടിച്ച് കരണം പൊട്ടിക്കുക വേണ്ടത്. എന്നതാ നിങ്ങൾ വിചാരിച്ച് ഒരു വിദ്യാലയത്തിൽ വന്ന് ആർക്കും എന്ത് തോന്നിയാസം കാണിക്കാന്നോ? അത് ഈ പെങ്കൊച്ചിനെ ക്ലാസ് നിർത്തി കരയിക്കുക എന്ന് പറഞ്ഞാ എനിക്കത് പൊറുക്കാൻ പറ്റത്തില്ല. എന്റെ മോനാണേലും അവൻ ചെയ്ത് തെറ്റ് തന്നെ. ഈ ലോകത്ത് എന്റെ അപ്പന് സഹിക്കാൻ മേലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, പെങ്കൊച്ചുങ്ങളുടെ കണ്ണീര്. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പെങ്കൊച്ചും ജോലി ഉപേക്ഷിച്ച് കണ്ണീരോടെ പോകാൻ പാടില്ല. മേലിൽ കുട്ടപ്പായി വന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, പോരായോ? അവനൊരു ഇച്ചിരി മുൻകോപം എടുത്തിയാട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളു ശുദ്ധ. അവൻ പറഞ്ഞ ഒന്നും ടീച്ചർ കാര്യമാക്കണ്ട. മാത്രമല്ല, ടീച്ചറിന്റെ രാജി ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ടീച്ചർ നാളെ മുതൽ സ്കൂളിൽ വരണം. ഞാൻ വരാം. അവള് മിടിക്കുക. അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴേ അവളുടെ തന്തയുടെ സാമർത്ഥ്യവും എനിക്കങ്ങ് ബോധിച്ചു. നമ്മുടെ കുട്ടപ്പായെ വരച്ച വരെ നിർത്തണേ. അവളെ പോലെ ഒരു തേവക്കാട്ട് വന്ന് കേരളം. വലിയ തറവാട് സമ്പത്തും ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ട് നമുക്ക് ചേർന്ന കാര്യമാണ്. എന്നതാ ഇത്ര വലിയ ആലോചന? ആ പുതിയതായി വന്ന ടീച്ചർ പെണ്ണിനെ നമ്മുടെ കുട്ടപ്പായ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? കാണാനൊക്കെ കൊള്ളാന്നതാ അമ്മച്ചി. കുട്ടൻ സൈറ്റ് നല്ല മാച്ചാ. ഞാൻ കണ്ടിട്ടുണ്ടോ പാപ്പാ? കുട്ടം കെട്ടവൻ ഒന്ന് സമ്മതിച്ചെന്നാ മതിയായിരുന്നു. സമ്മതിച്ചില്ലെങ്കിലേ നിർബന്ധിച്ചങ്ങ് കെട്ടിച്ചേക്കണം ചേച്ചമ്മേ. അപ്പാ ഇനി കുട്ടപ്പായുടെ സമ്മതം അറിഞ്ഞു വരുമ്പോഴേക്കും അവന്റെ ഷഷ്ടിപൂർത്തിയും കല്യാണവും കൂടെ ഒരുമിച്ച് നടത്തേണ്ടി വരും. എന്നതാ അതെങ്ങനെ? ലോകത്തെ ഏത് പെണ്ണിനെ കൊണ്ടുപോയി കാണിച്ചാലും അവൻ എന്തേലും കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും. അവന് കെട്ടാൻ കഴിയില്ലെന്നേ, അത് തന്നെ കാര്യം. ഒരു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഊര് ചുറ്റി തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്നത് എങ്ങനെയാ? അപ്പാ ദേവൻ വരുന്നുണ്ട്. വരട്ടെ. അപ്പനെല്ലാം ഉറപ്പിച്ച് വാക്ക് കൊടുത്തു പറഞ്ഞാൽ മതി, അവനോട് സമ്മതിച്ചോളും. കുട്ടപ്പായേ, ഓ, ഒരു ഹാപ്പി ന്യൂസ്. എന്നാ വെച്ചാ പുതിയ ബെൻസിന്റെ ചേസ് വല്ലതും വരുന്നുണ്ടോ? ചേസിസ് ബെൻസിന്റേതല്ല, റെബേക്ക ടീച്ചറും കുട്ടൻസുമായുള്ള കല്യാണം അപ്പാപ്പനങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടേലും വേറെ ഹോൾസെയിൽ ആയിട്ടൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയേക്കാം. എന്നതാ? ഓ, അതൊന്നും വേണ്ടാന്നേ. അച്ചാര കല്യാണത്തിന്റെ തീയതി എന്താണെന്ന് അങ്ങ് തീരുമാനിച്ചാ മതി, അല്ലയോ പാപ്പ? മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ടു മതി കല്യാണം. അതിന് വേറെ ആളെ നോക്കിയാ മതി. വെറുതെ ആളെ വടിയാക്കല്ലേ. നീ ഇനി എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പോയി എല്ലാം ഉറപ്പിച്ചു മന്ത്രിക്കുക. ഇതെന്നാ പണി അപ്പനെ കാണിച്ചേ? ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ? നിന്നോട് ചോദിച്ചോണ്ടാണല്ലോ പള്ളി കൊണ്ടുപോയി മാമുദീസ മുക്കിയത്. നിന്നോട് ചോദിച്ചോണ്ടാണല്ലോ അതിന്റെ പള്ളിക്കൂടത്തിൽ വെച്ച് പഠിപ്പിച്ചത്, അല്ലല്ലോ? എന്നാ പിന്നെ ഇതും ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നല്ല ന്യായം. അങ്ങനാണെങ്കിൽ ചെറുപ്പത്തിൽ മണ്ണുവാരി തിന്നു പറഞ്ഞ് ഇപ്പൊ വലുതായിട്ടും കുറെ മണ്ണുവാരി തരുമോ തിന്നാൻ? എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് പോലെ ഇവിടെ ഒരു വള്ളി നിക്കറോട്ട് പിച്ച വെച്ച് നടക്കാം. ഒന്നിനും എന്റെ അനുവാദം ചോദിക്കണ്ടല്ലോ. ഇത് ഉറപ്പിച്ചതേ അപ്പൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെയും കൂടി തീരുമാനമാ. ആന്നോ? ഇച്ചായന്റെ തീരുമാനം ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. എങ്കിലൊരു കാര്യം ചെയ്യും, ഇച്ചായൻ തന്നെ ആ പെണ്ണെ കെട്ടിക്ക. അതിന് മേരിക്കുച്ച് സമ്മതിക്കോട്ടെ. അയ്യടാ, വയസ്സുകാലത്തെ ഒരു പൂതി. ഈശോയെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ടീച്ചർ പെണ്ണിന് വേറെ വല്ല വാദിയാരെ അന്വേഷിച്ചോണം. ഇത് നടക്കുകയല്ല. ദേവക്കാട്ട് അവറാച്ചൻ ഒരു വാക്കേ ഉള്ളൂ. നീ എന്നാ പറഞ്ഞാലും നടന്നിരിക്കും. ഇതെന്നാ മര്യാദയാ? വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഓയിൽ ഇടാൻ നോക്കരുത്. ഓയിൽ ഇടാൻ മാത്രമല്ല, വേണ്ടി വന്ന ഗ്രീസ് അടിച്ച് പഞ്ചർ ഓടിച്ചാ വിടാൻ പോകുന്നത്. ആ കുട്ടിക്ക് എന്നതാ ഒരു കുറവ്? പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെന്നാ? അപ്പൊ ഇത് ചേച്ചിയമ്മയും കൂടെ അറിഞ്ഞോണ്ടുള്ള ഒരു ഇടപാടല്ലേ? അവക്ക് ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ, ഒരു എല്ല്. അത് നമുക്ക് ഊരാമടാ. അപ്പ കുട്ടപ്പായിക്ക് അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഈ പ്രശ്നവും ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് വിടാം. എന്നാ? അതാ അതിന്റെ ശരി. അങ്ങനെയാണെങ്കിൽ ഇവനും ആ പെങ്കൊച്ചും തമ്മിലുള്ള കല്യാണത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ ഒന്ന് കൈപോക്കണം. അനുകൂലിക്കുന്നവരുടെ എണ്ണം കണ്ടല്ലോ. ഇനിയിപ്പോ നീ എന്നാ പറയുന്നേ? അങ്ങനെ അങ്ങ് പോവാതെ ഒന്ന് സമ്മതം മൂല്യച്ചും പോ. എടാ കുട്ടപ്പായി, നീ അങ്ങ് സമ്മതിക്കടാ മോനെ. ചേച്ചിയമ്മയല്ലേ ഈ പറയുന്നേ? അവള് നല്ല പെണ്ണാ മോനെ. അതെ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ പേടിച്ചിട്ടൊന്നുമല്ല.
ചേച്ചിയമ്മ പറഞ്ഞതുകൊണ്ട് തൽക്കാലം എനിക്ക് സമ്മതം. ആഹാ. എന്നതാ 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 സമ്മതമാണോ? അപ്പൊ ഈ കാണിച്ചതൊക്കെ ചുമ്മാ ജാടയല്ലായിരുന്നോ? എടി കാന്താരി, നിന്നെ ഇന്ന് ഞാൻ- ഇനി ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ആലോചിച്ചാ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കുട്ടപ്പായി, എന്നാ? അടുത്ത മാസം എന്നെ ഒന്ന് സഹായിക്കണം. ആ, എന്നാ? ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ. എന്റെ പെമ്പർനോത്തി ഒന്ന് ഹൈദരാബാദ് വരെ കൊണ്ടുപോകണം. ആസ്മയ്ക്കുള്ള മീൻ വിഴുങ്ങാനാ. അതിന് സാർ ഇവിടുത്തെ പാവം പിള്ളേരുടെ പോർഷൻ വിഴുങ്ങിട്ട് തന്നെ പോണോ? കുട്ടപ്പായി, ഒരാഴ്ചത്തെ ഇംഗ്ലീഷ് ഒന്ന്. ആ, ഇതായിപ്പോ ഇവിടുത്തെ ഒരു ഏർപ്പാട്. എന്റെ തലയിൽ ഓരോന്ന് കെട്ടിവെച്ചേച്ച് ഭാര്യയുടെ പ്രസവം, ആസ്മ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരങ്ങ് മുങ്ങിയേക്കുക. എപ്പോഴും ഈ കേസ് കെട്ടൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല. നമ്മൾ വല്ല അരിച്ചാക്കോ ലോറിയോ ഒക്കെ ആയിട്ട് കഴിഞ്ഞോളാവേ. തേവക്കാട്ടേക്ക് സ്വന്തം മകളെ പറഞ്ഞേക്കെന്ന് വെച്ചാ അത്രയ്ക്ക് പുണ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടോന്നാ. അറിയാലോ, ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാ. ആകെ സമ്പാദ്യം എന്ന് പറയാനുള്ളത് 3 പെൺമക്കളാ. നാട്ടു നടപ്പനുസരിച്ച് ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോ മറ്റുള്ള കാര്യങ്ങൾ ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങള് ഉടുത്തൊരുങ്ങിയ പെങ്കൊച്ചനെ പള്ളിയിലോട്ട് എത്തിച്ചാ മാത്രം മതി. അതെ, ബാക്കി വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എന്നാലും ഈ എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വിവാഹമാണ്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ മോളെ പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട്. എതിരൊന്നും പറയരുത്. ചുരുങ്ങിയത് ഒരു 3 മാസത്തെ സമയമെങ്കിലും എനിക്ക് തരണം. ആ പറഞ്ഞതൊരു ന്യായമാണല്ലോ. അങ്ങനെയാന്നേ തൽക്കാലം കാര്യങ്ങളൊക്കെ നമുക്ക് വാക്കാൽ ഉറപ്പിച്ചു വെക്കാം. ആ, പിന്നെ പെൺകുട്ടിക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടാവില്ലല്ലോ. അവക്കങ്ങനെ എതിരഭിപ്രായമൊന്നും വരേണ്ട കാര്യമില്ല. എങ്കിലും അവളുടെ മനസ്സുകൂടെ ഒന്ന് അറിയണമല്ലോ. ആ, സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ ഞാൻ അവളോട് സംസാരിക്കാം. എന്നിട്ട് തേവക്കാട്ട് വന്ന് വിവരവും അറിയിക്കാം. ആ, എന്നാ പിന്നെ പറഞ്ഞതുപോലെ. ഓ, അല്ല, ടീച്ചറിന്റെ പിണക്കം ഇപ്പോഴും അങ്ങ് തീർന്നില്ലേ? എന്നതാ ഇത്ര ഗൗരവം? പിണക്കമാണോ അതോ നമ്മുടെ വിവാഹം ഉറപ്പിച്ചതിന്റെ ചമ്മലോ? വിവാഹോ? ആ, അപ്പനും ഇച്ചായന്മാരും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയില്ലല്ലോ. എല്ലാവരും നിമിത്ത. ദേ, വീണ്ടും എന്നെ ഇൻസൾട്ട് ചെയ്യാനുള്ള പുറപ്പാടാണെങ്കിൽ വേണ്ട. ടീച്ചറെ, എന്നതായി പറയുന്നേ? ആദ്യം ഈ കല്യാണം വേണ്ടെന്നൊക്കെ ഞാനും ചുമ്മാ സ്റ്റൈലിനങ്ങ് ജാട കാച്ചിയല്ലയോ? അന്ന് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചപ്പോഴേ എനിക്കിഷ്ടായി. ഇപ്പതേ കല്യാണത്തിന് പൂർണ്ണ സമ്മതം കൊടുത്തേച്ച് തന്നെ വന്നിരിക്കുന്നേ, അല്ലാതെ ഇൻസൾട്ട് ചെയ്യാനൊന്നും അല്ല. എന്നാ ഇപ്പൊ വിശ്വാസമായി? നേരത്തെ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വിശ്വാസായി. നിങ്ങളുടെ തലയ്ക്ക് എന്തോ അസുഖമുണ്ടെന്ന് ഒരു കല്യാണക്കാരൻ പറഞ്ഞു വന്നിരിക്കുന്നു. അല്ല, അപ്പനും ഇച്ചാനും കൂടെ അവിടെ വന്ന് എല്ലാം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത്? ഞാനറിയാതെ എന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? കൊള്ളാം. ജോലി തിരിച്ചു വരണം, നിങ്ങൾ ഇനി ശല്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു എന്നാണോ? തേവക്കാട്ട് നിന്ന് ബന്ധുത ചേരാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലേ? മാത്രമല്ല നിങ്ങൾക്ക് നല്ല അറിവും സംസ്കാരവും തലയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു ബുദ്ധിജീവി പെൺകുട്ടിയെ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊക്കെ സിലബസിലുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രം വിവരമുള്ളൊരു സാധാരണ ടീച്ചറാ. നമ്മളെങ്ങ് വെറുതെ വിട്ടേരെ മാഷേ. എല്ലാരും കൂടെ ഒരുമാതിരി കോപ്പിലെ പണി കാണിച്ചോണ്ടല്ലോ. എന്നതാണോ ഇത്ര ചൂട്? ഒലക്കയുടെ മൂട്. വെറുതെ ആളെ നാട്ടിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. നീ കാര്യം എന്നതാണ് പറയടാ കുട്ടപ്പായി. എന്നാന്ന് കല്യാണം ഉറപ്പിച്ചു, തേങ്ങാ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചർ പെണ്ണ് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ എന്നാ കോപ്പാ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ? നീ ആ പെങ്കൊച്ചിനോട് പോയി ചോദിച്ചായിരുന്ന? പിന്നെ ചോദിക്കണ്ടായോ? നശിപ്പിച്ചു. നിന്നോട് ആരേലും പറഞ്ഞു കേട്ടപ്പെടാ പെണ്ണോട് പോയി ചോദിക്കാൻ? ചേച്ചിയമ്മയും കൂടെ ഇതിന് കൂട്ട് നിന്നല്ല എനിക്ക് സങ്കടം. അപ്പനും ഇച്ചായനും കൂടെ പെങ്കൊച്ചിന്റെ വീട്ടിൽ കാര്യങ്ങൾ ഉറപ്പിക്കാൻ പോയിരിക്കുക. എടാ, സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേ അവള് വിവരങ്ങൾ അറിയത്തുള്ളൂ.
സ്കൂളിൽ ചെന്ന് നേരിട്ട് ആലോചിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഓ, ഇനി ആരും ആലോചിക്കാൻ നിൽക്കണ്ട. അവക്ക് ഈ കല്യാണത്തിൽ താല്പര്യമൊന്നുമില്ല. വേണ്ട വേണ്ടാന്ന് ഞാൻ അപ്പനോട് പലവട്ടം പറഞ്ഞാണ്, കേട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ. വെറുതെ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചോണത്തി ഇലയിട്ടേച്ച് ചോറില്ലെന്ന് പറഞ്ഞ പോലെ നേരാന്നോ അപ്പ ഇവനീ പറയുന്നത്? ആ ഈ ബന്ധത്തിന് ഇഷ്ടമല്ലാന്ന് ആ കുട്ടി പറഞ്ഞു കാണൂ. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ആ കുട്ടിയോട് എന്നതാ എന്ന് ചോദിച്ച് എന്നതാ ഉണ്ടായെന്ന് ആർക്കറിയാം. ഈശ്വര, വിവാഹത്തിന് അവനൊന്ന് സമ്മതിച്ചു തന്നപ്പോ ഗതി ഇങ്ങനാണോ? ആ, നാളെ ഏതായാലും ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ചു നോക്കാം. ആൻസർ എഴുതണം. ടീച്ചറെ, Yes, sir. എന്റെ ആഫീസ് മുറിയിൽ ടീച്ചറെ കാണാൻ ഒരു വിസിറ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു. സ്കൂള് കഴിഞ്ഞ് ചെന്നപ്പോ അപ്പച്ചൻ പറഞ്ഞു, കുട്ടപ്പായി, ആ. കുരുവിളച്ചായൻ റബേക്ക ടീച്ചറെ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. എന്താ ടീച്ചർ വല്ല കുഴപ്പം ഒപ്പിച്ചോ? ഇച്ഛാനാ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. ഇതൊരു സീരിയസ് അപ്രോച്ച് ആണെന്ന് ഞാൻ കരുതിയില്ല. അദ്ദേഹം എന്നെ കളിയാക്കുകയാണെന്നാ ധരിച്ചത്. വീട്ടിൽ ചെന്നപ്പോഴ അപ്പച്ചൻ വിവരങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോ ടീച്ചറിന് കുട്ടപ്പായോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ആളറിയാതാണേലും ആദ്യം എന്റെ ഭാഗത്താ തെറ്റുകൾ സംഭവിച്ചത്. പിന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അല്പം ഗൗരവം നടിച്ചതേ ഉള്ളൂ ഞാൻ. ഇക്കാലത്ത് സാധാരണ ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കോളർ ജോബ് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷെ 2 വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടും എന്ത് ജോലിയും ചെയ്യാനുള്ള ആ മനസ്സാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്റെ അപ്പച്ചൻ പറഞ്ഞത് ശരിയാ. ഇങ്ങനൊരു ആലോചന വന്നതും അദ്ദേഹം ഇതിന് സമ്മതം മൂളിയതുമെല്ലാം ഭാഗ്യമെന്നേ എനിക്കും പറയാനുള്ളൂ. ആവൂ, ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. അപ്പൊ പിന്നെ മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ട് കല്യാണം അങ്ങ് നടത്തേ വേണ്ടു. എന്നാ കാണാം. ബൈ. നിക്കടി അവിടെ. നീ ഇച്ചായനോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ എന്നാ പറഞ്ഞ? ഈ കുട്ടപ്പായിയെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം, നിന്റെ അപ്പന്റെ ഭാഗ്യം, നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം. പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോവല്ലേ? കാത്തിരുന്നാ മതി. എടി, നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരുന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ? ഓ, കണ്ടേച്ചാലും മതി. മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലൊരു സാധനം. അയ്യേ, എന്താ കുട്ടപ്പായി? ഹേയ്, ഒന്നുമില്ല. സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ പറ്റോ? ക്ലാസ് ഒക്കെ ഞാൻ എടുത്തോളാം. ആ, വിട്ടോ. ആ, നീ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞിരുന്നില്ല. എടി, നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഇച്ചായമാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത്. അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം. നീ എന്നാ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയെന്ന്. എടി, പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റേടിയായ മീശയും വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാനൊക്കെയല്ല. MA കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ? ഞാൻ വല്ല ഡോക്ടറെ എഞ്ചിനീയറോ കിട്ടുമോ നോക്കട്ടെ. നീ വിഷമിക്കണ്ട. നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പൈലോ നിന്നായിരുന്നു. അവനെ ആലോചിക്കാം. എന്നതാടി നിന്ന് കരയുന്നേ? ഇപ്പൊ നിന്റെ തന്റെ ഇടവും പാചകവും ഒക്കെ എവിടെ പോയി? ആ, നിന്ന് മോങ്ങാതെ വണ്ടിയിലോട്ട് കയറി. വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ പറഞ്ഞാ നീ കേക്കത്തില്ല. ഇങ്ങോട്ട് കേറടി. എന്നാടി പേടിച്ചു പോയെ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? നിന്നെ ഒരു കുഞ്ഞിപ്പൈലോനും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ.